നമസ്കാരം. അൻസാരി എന്ന ജിഹാദിക്ക് നല്ല ഒന്നാന്തരം മറുപടിയുമായിട്ടാണ് ശ്രീജിത്ത് പണിക്കർ രംഗത്തെത്തിയത്. അൻസാരി സോര് കണ്ടം വഴി ഓടിയിട്ടുണ്ട് എന്നാണ് കേൾക്കാൻ സാധിച്ചത്. ഏതായാലും ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ ഒരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം. ഒരു കാര്യം സകല മലയാളികളും തിരിച്ചറിയണം. ശ്രീജിത്ത് പണിക്കർ ന്യൂസ് 18 ചാനലില് നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരം എന്ന് പറയുന്നത് ഹിന്ദു മതവുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മാത്രവുമല്ല, വന്ദേ മാതരത്തിൽ ഉൾപ്പെടെ അന്നത്തെ കോൺഗ്രസിന്റെ മുസ്ലിം മതപണ്ഡിതൻ കൂടിയായിട്ടുള്ള മൗലാന അബ്ദുൽ കലാം ആസാദ് എന്ന കോൺഗ്രസ് നേതാവിന്റെ സ്റ്റാൻഡ് ഉൾപ്പെടെ എടുത്ത് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നമ്മുടെ സംസ്കാരത്തെ കുറിച്ചൊക്കെ ശ്രീജിത്ത് പണിക്കർ രംഗത്തെ ന്യൂസ് 18 ചാനലിന് കാര്യങ്ങൾ വിശദീകരിച്ചത്. എന്നാൽ ഇതിന് മറുപടിയായിട്ട് അൻസാരി ഹിന്ദു മതത്തെ പോലും അപമാനിച്ചുകൊണ്ടായിരുന്നു ഒരു വീഡിയോയുമായിട്ട് രംഗത്തെത്തിയത്. ആ സതിയൊക്കെയായി ബന്ധപ്പെട്ട് അനാചാരങ്ങളുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ വിശദീകരിച്ച് ഇവന്റെ മൊണ്ണ സുടാപ്പികൾ ഉണ്ടല്ലോ, അവര് നല്ല രീതിയിൽ കൈയടിച്ച് വിവേകുള്ള ആരെങ്കിലും കൈയടിക്കും. ഇവൻ പറഞ്ഞ ഓരോന്നിനും ശ്രീജിത്ത് പണിക്കർ മറുപടി കൊടുത്തിട്ടുണ്ട്. അതിലൊരു ഉദാഹരണം നിങ്ങളൊന്ന് കേട്ടു. ഇനി അദ്ദേഹം പറയുന്ന അടുത്ത ഏറ്റവും വലിയ ചരിത്രപരമായിട്ടുള്ള തെറ്റ് അല്ലെങ്കിൽ ശുദ്ധ വിവരക്കേട് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഹിന്ദു മതത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ആശയധാര എന്നത് ആര്യ സമാജമാണ് എന്നാണ്. ഇത്രത്തോളം ചരിത്രപരമായിട്ടുള്ള ഒരു തെറ്റ് ആർക്കെങ്കിലും പറയാനായിട്ട് കഴിയുമോ, ഇത്ര കോൺഫിഡൻസോട് കൂടി പറയാൻ കഴിയുമോ എന്നുള്ളത് എന്നെ തെല്ലൊന്നുമല്ല അമ്പരപ്പിക്കുന്നത് എന്ന് ആദ്യം തന്നെ ഉസ്താദിനോട് പറഞ്ഞോട്ടെ. കാരണം താങ്കൾ പറഞ്ഞിരിക്കുന്നത് ശുദ്ധ തെറ്റാണ്. താരതമ്യേന പുതുതായിട്ടുള്ള ഒരു ആശയധാരയാണ് ആര്യ സമാജം. കാരണം അത് 19-ാം നൂറ്റാണ്ടിൽ മാത്രം രൂപപ്പെട്ടതാണ്. 1875 സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജം സ്ഥാപിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഹിന്ദുമതത്തിന്റെ മൊത്തത്തിലുള്ള ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ കേവലം 180 വർഷത്തെ മാത്രം പഴക്കമുള്ള ഒരു ആശയധാരയാണ് അതിലെ ഏറ്റവും പഴയ ആശയധാര എന്നൊക്കെ താങ്കൾ തട്ടിവിടുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സഹതാപം കൂടിയാണ് തോന്നുന്നത്. നിങ്ങൾ കേട്ടില്ലേ? അതായത് ആര്യ സമാജം മുതല് ഈ പറയുന്ന അൻസാരി ഈ കഴിഞ്ഞ ദിവസം ചെയ്ത ശ്രീജിത്ത് പണിക്കർക്കെതിരെ ചെയ്ത വീഡിയോയുടെ ഓരോ ഭാഗങ്ങളും പച്ചക്കള്ളമാണ്, വിവരക്കേടാണ്, അട്ടർ വേസ്റ്റ് ആണ് ഈ അൻസാരി ജിഹാദ് വിളിച്ചു പറഞ്ഞത് എന്നുള്ളതാണ് കൃത്യമായിട്ട് ശ്രീജിത്ത് പണിക്കർ തന്റെ വീഡിയോയിലൂടെ രംഗത്തെത്തി പറഞ്ഞിട്ടുള്ളത്. ഏതൊരു വിവേകമുള്ള മലയാളിക്കും ശ്രീജിത്ത് പണിക്കർ പറയുന്ന ഓരോ കാര്യങ്ങളും പരിശോധിക്കാൻ സാധിക്കും. ആര്യ സമാജം എന്നാണ് ഉണ്ടായത് എന്ന് നോക്കിയാൽ 1875 എന്ന് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ആർക്കും പരിശോധിക്കാം. പിന്നെ ശ്രീജിത്ത് പണിക്കരോടുള്ള ഒരു റിക്വസ്റ്റ് ആണ്, വ്യക്തിപരമായിട്ടുള്ള റിക്വസ്റ്റ് ആണ്. ഈ ഉസ്താദി എന്നൊക്കെ മുസ്ലിങ്ങള് വലിയ ആദരവ് കൊടുത്തുകൊണ്ട് വിളിക്കുന്നൊരു വിളിപ്പേരാണ്, ഈ പറയുന്ന വിളിക്കുന്നതാണ് ഈ ഉസ്താദി എന്നൊക്കെ പറയും. AP അബൂബക്കർ മുസ്ലിയാരെയൊക്കെ നമുക്കൊക്കെ ഉസ്താദി എന്നൊക്കെ വിളിക്കാം. അതേ സമയത്ത് ഈ നാടിന്റെ ഐക്യം തകർക്കുന്ന അൻസാരി എന്നും ദയവ് ചെയ്ത് ഉസ്താദി എന്നൊന്നും വിളിക്കരുത്. അല്ലെങ്കിൽ തന്നെ നമ്മുടെ സംസ്കാരമൊക്കെയായി ബന്ധപ്പെട്ട് ഈ രാജ്യത്തിന്റെ സംസ്കാരം എന്ന് പറയുന്നത് ഹിന്ദു മതവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഒരാൾ പറയുമ്പോൾ അത് ശ്രീജിത്ത് പണിക്കർ എന്നല്ല, ആര് പറയുമ്പോഴും എന്തിനാണ് ഹിന്ദു മതത്തിൽ ഇന്ന അനാചാരങ്ങളുണ്ട്, ഇന്നതുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു മതപണ്ഡിത വേഷം കെട്ടിയ ഒരു വ്യക്തി രംഗത്തെത്തി അതിനെ ഹിന്ദു മതത്തെ എതിർക്കുന്നത്, അല്ലെങ്കിൽ ഭംഗിയായിട്ട് ഈ ഹിന്ദു മതമല്ല ഇന്ന മതത്തിനുണ്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കാം. പക്ഷെ ഒരു മതത്തിൽ അനാചാരമുണ്ട് എന്നൊക്കെ മറ്റൊരു മതത്തിന്റെ മതപണ്ഡിതൻ പറയുന്നത് എത്ര നിറുകേടാണ്. യഥാർത്ഥത്തിൽ എല്ലാ മതങ്ങളും നന്മയല്ലേ ഉയർത്തിപ്പിടിക്കുന്നത്? എന്റെ ലളിതമായ ചോദ്യം. ഇതിൽ മതപണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ അവർക്കെതിരെ തന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഓരോ മതവും എന്താണ് മുറുകി പിടിക്കുന്നത്? ആ എതിർക്കുന്നവരെ വരെ തിരിച്ചു പുഞ്ചിരിക്കണം എന്നല്ലേ ഓരോ മതങ്ങളും ഇവിടെ ഏതു മതമായിക്കൊള്ളട്ടെ ഉയർത്തിപ്പിടിക്കുന്നത്? എന്നാൽ ഈ അൻസാരി എന്ന ജിഹാദിയിൽ നിന്ന് അത് ആരെങ്കിലും കേൾക്കാറുണ്ടോ? ലളിതമായ ചോദ്യ. ഇവൻ ആർക്ക് നേരെയും തോന്നിയത് പറഞ്ഞ് ട്രോളി അപമാനിക്കാം. എതിരാളികളോട് പോലും പുഞ്ചിരിക്കണമെന്നാണ് മതങ്ങൾ ഇവിടെ ഉയർത്തിപ്പിടിക്കുന്നത്. എന്നാൽ മതപണ്ഡിത വേഷം കെട്ട് നമ്മുടെ നാടിന്റെ ഐക്യം തകർക്കുന്ന ഒരുത്തനെ ദയവ് ചെയ്ത് ആരും ഉസ്താദി എന്നൊന്നും പറയരുത്. ഏതായാലും ഹൈന്ദവ മതവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതിനും ശ്രീജിത്ത് പണിക്കർ ഒന്നൊന്നര മറുപടി കൊടുക്കുന്നുണ്ട്. നിങ്ങളൊന്നോട്ടു. ഉസ്താദ് പറയുന്നത് കേവലം ഒന്നിൽ നിന്ന് രൂപപ്പെട്ടിരിക്കുന്നതല്ല ഇന്ത്യയിലെ സംസ്കാരം എന്നാണ്. താങ്കൾക്ക് അറിയാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞതുപോലെ ഇതെല്ലാം ഒന്നാണ്. ധാർമ്മിക് റിലിജിയൻ എന്ന് പറയുന്ന ഒരൊറ്റ ഗ്രൂപ്പാണ്. അതിൽ ഇത്രത്തോളം ഡൈവേഴ്സിറ്റി ഉണ്ട് എന്നുള്ളതാണ് താങ്കൾ മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ വളരെ പരിമിതമായിട്ടുള്ള വളരെ പെരിഫറലായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു മതത്തിനെ ഇങ്ങനെ അളക്കാൻ പോയി കഴിഞ്ഞാൽ ഈ പറ്റും എന്ന് മാത്രമേ അങ്ങോട്ട് പറയാനുള്ളൂ.
ഇനി താങ്കൾ ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നുണ്ട്. വീണ്ടും അതൊരു സ്ട്രോമാൻ സംഭവമാണ്. കാരണം എൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഈ നാടിൻ്റെ സംസ്കാരത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, അതല്ലാതെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. പക്ഷേ താങ്കൾ അവിടേക്ക് ആചാരങ്ങളെ കൊണ്ടുവരികയാണ്. വീണ്ടും ഞാൻ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യത്തിനെ ഞാൻ പറഞ്ഞു എന്നൊരു പ്രതീതി ഉണ്ടാക്കി താങ്കൾ അതിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരു കച്ചി മനുഷ്യനെ ഉണ്ടാക്കി ഇടിക്കേണ്ടുന്ന ഒരു ആവശ്യമില്ല. അതിൽ താങ്കൾ പറഞ്ഞിരിക്കുന്നത് ദേവദാസി സമ്പ്രദായത്തിനെ കുറിച്ചാണെങ്കിലും സതി എന്നുള്ള ദുരാചാരത്തിനെ കുറിച്ചാണെങ്കിലും പിന്നെ പാണ്ഡവാചാരം എന്നൊക്കെ താങ്കൾ പറയുന്നു. ഈ കാര്യങ്ങൾ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം ആചാരമാണ്. അങ്ങനെ പൂർണ്ണമായിട്ടും ആചാരനിബദ്ധമായിട്ടുള്ള ഒന്നല്ല ഒരു നാടിൻ്റെ സംസ്കാരം എന്നുള്ളതിനെക്കുറിച്ച് താങ്കൾ മനസ്സിലാക്കേണ്ടതാണ്. തന്നെയുമല്ല, ഇതിനെ ദുരാചാരങ്ങളായിട്ട് നമ്മൾ പരിഗണിക്കുമ്പോൾ അത്തരത്തിലുള്ള ദുരാചാരങ്ങൾ ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിലുള്ളത് മാത്രമല്ല. ഇപ്പോൾ എൻ്റെ മതം, ഹിന്ദു മതത്തിൽ എന്തൊക്കെ തരത്തിലുള്ള ദുരാചാരങ്ങളുണ്ട് എന്നതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതിൽ ഏതൊക്കെ ഇല്ലാതെയാക്കപ്പെട്ടിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് എനിക്ക് പറയാൻ കഴിയും. താങ്കൾ ഈ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള നിരോധിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ന് നിർത്തിയിരിക്കുന്ന ആചാരങ്ങൾ ഇതൊക്കെ തന്നെ ഏതൊക്കെയാണ് എന്നറിയാം. അതായത് അതൊന്നും ഇന്നില്ല. എന്നാൽ അങ്ങ് വിശ്വസിക്കുന്ന മതം ഏതാണ്? ആ മതത്തിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ദുരാചാരമുണ്ടോ? അത് സ്വയം റിഫൈൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ അങ്ങ് ചിന്തിക്കേണ്ടത്. ഹിന്ദു മതം എന്നുള്ളത് അതിലെ ദുരാചാരങ്ങളെ നിയമപ്രകാരം നിരോധിക്കുന്നുണ്ട്. അതല്ലാതെ ആ മതം തന്നെ തിരിച്ചറിഞ്ഞ് അതിൻ്റെ ആചാര്യന്മാർ അതിന് നമുക്ക് വേണ്ട എന്ന് തീരുമാനിക്കുന്നുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള സമുദായ സംഘടനകൾ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഈ മതത്തിലുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അങ്ങയുടെ മതവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലേക്കുള്ള വിമർശനങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായിട്ടും അത് തിരുത്താനായിട്ട് നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഉദാഹരണത്തിന്, ഇന്ത്യൻ തെരുവിലൂടെ ഒരു മുസ്ലിം സ്ത്രീ പർദ്ദയിട്ട് നടക്കുന്നത് പോലെ മോശമായിട്ടുള്ള മറ്റൊരു കാഴ്ചയില്ല എന്നൊക്കെ അംബേദ്കർ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് അങ്ങ് അറിയുക. അത് വിമർശനമായിട്ട് ഉൾക്കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു റിഫൈൻമെന്റിന് വേണ്ടിയിട്ട് അങ്ങയുടെ മതം ശ്രമിച്ചിട്ടുണ്ടോ, മറ്റ് രാജ്യങ്ങളിൽ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് കൂടി ആലോചിച്ച് നോക്കുക. ഇറാനിലും മറ്റും ഹിജാബ് കത്തിച്ചുകൊണ്ട് ആൾക്കാർ പ്രക്ഷോഭം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചും അങ്ങ് ഒന്ന് വിലയിരുത്തുക. നിങ്ങൾ കേട്ടില്ലേ, കേരളത്തിലെ സാധാരണക്കാരായ മുസ്ലിങ്ങളോടുള്ള ഒരു റിക്വസ്റ്റ് ആണ്. സകല വിവേകമുള്ള മുസ്ലിങ്ങളും തിരിച്ചറിയേണ്ടതാ, ഈ ജിഹാദികളെ ഒരിക്കലും പിന്തുണയ്ക്കരുത്. നമ്മുടെ നാടിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ പോലും ഈ അൻസാരിയൊക്കെ സതി ഉൾപ്പെടെ പറയുന്നത് ഹിന്ദു മതത്തെ അപമാനിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഹിന്ദു ആയിട്ടുള്ള ആളുകൾ ഇതിന് മറുപടിയുമായിട്ട് രംഗത്തെത്തും. ഇപ്പൊ ശ്രീജിത്ത് പണിക്കർ തന്നെ രംഗത്തെത്തിയിട്ട് അതൊക്കെ തന്നെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു, തിരിച്ചെന്താണ് അവസ്ഥ എന്ന് ചോദിക്കുന്നത് സകലരും കേട്ടില്ലേ? എന്താ ഇവിടെ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ സ്ത്രീകൾക്ക് ചേലാകർമ്മം ഉൾപ്പെടെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ തന്നെ ഒഴിവാക്കിയതല്ലേ? ഇതൊക്കെ എല്ലാ മതത്തിലും ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. പലതും മാറ്റി നിർത്തപ്പെട്ട് തന്നെയാണ് മുന്നോട്ട് വന്നത്. ഇത് മതപണ്ഡിത വേഷം കെട്ടിയിട്ട് രാവിലെ ഇറങ്ങും. ഈ നാടിന്റെ സംസ്കാരം എന്ന് പറയുന്നത് ഹിന്ദു മതവുമായി ബന്ധപ്പെട്ടതാണ്. മതപഠനത്തിൽ തന്നെ പഠിപ്പിക്കുന്നില്ലേ, മുസ്ലിം മതം ഇതുമായി ബന്ധപ്പെട്ടത് ഈ നാട്ടിലേക്ക് വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതൊക്കെ പഠിച്ച ആളുകൾ ഇപ്പൊ എന്തേ അല്ല അങ്ങനെയല്ല ഇങ്ങനെ അതല്ല ഈ രാജ്യത്തിന്റെ സംസ്കാരം എന്ന് പറയുന്നത്. ഹൈന്ദവ മതവും അതായത് ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട് തന്നെയാ. ഇനി അറബി രാജ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ മുസ്ലിം മതവുമായി ബന്ധപ്പെട്ട് തന്നെയാ. ഇത് സകല വിവേകമുള്ള ആളുകൾ തിരിച്ചറിയണം. എന്തിനാണ് ഈ മതപണ്ഡിത വേഷവും കെട്ടി തോന്നിയത് വിളിച്ച് അൻസാരിക്കരെ ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കരുത്. മറ്റൊരാളെയും തനിക്കെതിരെ പോലും എന്തെങ്കിലും വിളിച്ചു പറയുന്നവർക്ക് നേരെ നോക്കി പുഞ്ചിരിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. അല്ലാതെ സകല വള്ളിയും തോണ്ടിപ്പിടിച്ച് പൊട്ടിച്ചിരിച്ച് ട്രോളി നടക്കുന്നവരെയൊക്കെ എങ്ങനെയാണ് യഥാർത്ഥ വിശ്വാസികൾക്ക് അംഗീകരിക്കാൻ സാധിക്കുക? അത് സുഡാപ്പികൾക്കും ജിഹാദികൾക്കും മാത്രമേ അംഗീകരിക്കാൻ സാധിക്കൂ. ഇവിടെ ഈ നമ്മുടെ നാടിന്റെ സംസ്കാരം പറയുമ്പോഴേക്ക് ഒരു മതപണ്ഡിത വേഷം കെട്ടിയിട്ട് ഒരുത്തം വന്നിട്ട് ഹിന്ദു മതത്തിൽ ഇന്ന പ്രശ്നമുണ്ട്, അതെത്ര നെറികേടാണ്. ഇവിടെ എല്ലാ മതങ്ങളും ഐക്യത്തിൽ മുന്നോട്ട് പോകണം. ഈ രാജ്യത്തിന്റെ സംസ്കാരം എന്ന് പറയുന്നത് ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട ലളിതമായ ഒരു ഉദാഹരണം മുന്നോട്ട് വെക്കാം. ഈ മതമില്ലാത്തൊരു വ്യക്തിയായിരുന്നു നെഹ്റു, ഈ രാജ്യത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി. എന്നിട്ടും ഈ രാജ്യത്ത് എന്ത് തുടങ്ങുമ്പോഴും പൂജ ഉൾപ്പെടെ ചെയ്ത മുന്നോട്ട് പോയത് അതെന്തുകൊണ്ടാണെന്നോ, ഈ രാജ്യത്തിന്റെ സംസ്കാരം അതായതുകൊണ്ടാ. ഈ കോൺഗ്രസ് രാജ്യം ഭരിക്കുമ്പോഴും പൂജയൊക്കെ തുടങ്ങിയിട്ടാണ് മുന്നോട്ട് പോകാറുള്ളത്. സർവമത പ്രാർത്ഥനകൾ ഉണ്ടാവാറുണ്ട്. അത് നരേന്ദ്രമോദിയുടെ കാലത്തും സർവമത പ്രാർത്ഥനകൾ നമ്മുടെ പുതിയ പാർലമെന്റ് ഉദ്ഘാടനത്തിൽ ഉൾപ്പെടെ നമ്മൾ എല്ലാവരും കണ്ടു. നമ്മളെല്ലാവരും ഐക്യത്തോടെ ഈ നാടിന്റെ സംസ്കാരം എന്ന് പറയുന്നത് ഹൈന്ദവ മതവുമായി ബന്ധപ്പെട്ടതിന്റെ ഒരു തർക്കമില്ലാത്ത വിഷയം. ഇനി നമ്മുടെ കേരളത്തിലെ സിനിമാ മേഖല, മമ്മൂട്ടിയുടെ സിനിമയാണെങ്കിലും പൂജ ചെയ്ത സിനിമ തുടങ്ങുന്നത് ഇത് നമ്മുടെ നാടിന്റെ സംസ്കാരമാണ്. അതിനെന്താ പ്രശ്നം? ഈ നാട്ടിലല്ലേ ലോകത്ത് ഏറ്റവും കൂടുതൽ സമാധാനത്തില് മുസ്ലിങ്ങൾ ജീവിച്ചു മുന്നോട്ട് വന്ന്. ഏതായാലും ശ്രീജിത്ത് പണിക്കര് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദിക്കാം. ഈ അൻസാരിയെ പോലെ നിലവാരമില്ലാതെ എന്തെങ്കിലും വിളിച്ചു പറയാ. എനിക്ക് പോലും എന്റെ നെറ്റിയത്ത് പോലും പൊട്ടുതൊട്ടൊക്കെയാ. ഈ അൻസാരി ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മതപണ്ഡിതൻ അത് ചെയ്യാൻ സാധിക്കുമോ? വിവേകമുള്ള ഒരു മനുഷ്യർ ചെയ്യോ? ചെയ്യൂല. അതേ സമയത്ത്
ശ്രീജിത്ത് പണിക്കർ കൃത്യമായി മറുപടി കൊടുത്തു. ഒരു തരത്തിലും അൻസാരിയെ അപമാനിച്ചിട്ടില്ല, പറഞ്ഞതിന് മാത്രം മറുപടി കൊടുത്തത്. യഥാർത്ഥത്തിൽ ഇത് ഈ അൻസാരി ജിഹാദി സാധാരണ മുസ്ലിങ്ങളെ പറയിപ്പിക്കുകയാണ് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക.